ഹേയ് ഡിയേഴ്സ്, അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു സ്കൂൾ ഷോപ്പിംഗ് ഹാളിന്റെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എൻ്റെ അടുത്ത് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇടുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇട്ട ഉടനെ തന്നെ സ്കൂൾ ഷോപ്പിംഗ് ഹാളിന്റെ വീഡിയോയും കൂടി ഇടണേന്ന്. ഇനി ഹാൾ എന്ന് പറയണത് എന്താന്ന് മനസ്സിലാവാത്ത ആരും ഉണ്ടാവില്ല. ഇനി മനസ്സിലായില്ലേ പറയാം, നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു എന്നൊന്നും ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇനിയിപ്പോ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് നെയിം സ്ലിപ്സ് ആണ് കേട്ടോ. 2 നെയിം സ്ലിപ്പിന്റെ ഷീറ്റുകളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള നെയിം സ്ലിപ്സ് ആണ് കേട്ടോ ഇത്തവണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ടൊക്കെ ഞാൻ ഈ ചോട്ടാ ബീൻ, ഡോറ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമായിരുന്നു നെയിം സ്ലിപ്പുകളിൽ വാങ്ങിക്കാറ്. ഇപ്പൊ 2-3 വർഷമായിട്ട് ഈ ഒരു പ്ലെയിനിന്റെ നെയിം സ്ലിപ്സ് ആണ് കേട്ടോ വാങ്ങിക്കുക. ഇനി വാങ്ങിച്ചതിൽ ഞാനൊരു മണ്ടത്തരമായിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് ഈ ഒരു വാക്സ് ക്രയോൺസ്. എന്നുവെച്ചാൽ സംഭവം വേണമെന്നല്ല, ഞാൻ വാക്സ് ക്രയോൺ വാങ്ങിക്കാനല്ല പോയിട്ടുണ്ടായിരുന്നത്, ഞാൻ കളർ പെൻസിൽസ് വാങ്ങിക്കണം എന്ന് പറഞ്ഞാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുക്കണതിന്റെ തിരക്കിൽ കളർ പെൻസിലിന് പകരം ഈ ഒരു സംഭവം എടുത്തിട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. വാക്സ് ക്രയോൺ എടുത്തെന്നും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഓൾറെഡി വാക്സ് ക്രയോൺ ഉണ്ട്. അത് പഴയതാണ്, പക്ഷെ അത് യൂസ് ആക്കാൻ പറ്റും. പക്ഷെ എന്റെ കളർ പെൻസിൽസ് തീർന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടില്ല. എല്ലാ വർഷവും ഒരേപോലെ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ഹൈലൈറ്റേഴ്സ് എന്ന് പറയുന്നത്. പലരും പെൻസിൽ വെച്ചൊക്കെയാണ് മാർക്ക് ചെയ്യുക. പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോരോ കളറിൽ ഓരോരോ ലൈനുകൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും. ഞാൻ ആക്ച്വലി ഇത് കുറെ നാൾ മുന്നേ മീഷോന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതായിരുന്നു. കുറെ നാളെന്നല്ല, ഒരു 2-3 മാസം മുന്നേ. എന്ന് വെച്ചാൽ 9th വെച്ച് തന്നെ വാങ്ങിച്ചതാണ്. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ 10th മാറ്റി വെച്ചിരുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ഹൈലൈറ്റർ. സാധാ നിയോൺ കളേഴ്സിലുള്ള ഹൈലൈറ്റർ അല്ല കേട്ടോ, ഇതൊരു പേസ്റ്റൽ കളറിലെ ഹൈലൈറ്റർ ആണ്. ഇത് തന്നെയായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷത്തിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത്, ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. പേന തന്നെയാണ്. പേനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ലെക്സിയുടെ കമ്പനി. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ ഒരു പേന വെച്ച് എഴുതുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും. ഏതൊക്കെ പേനകൾ കണ്ടാലും ഞാൻ ഈ ലെക്സിയുടെ ഒരു പാക്കറ്റ് പേന മാത്രമേ എടുക്കാറുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു പേനയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലാകെ 10 പീസുകളാണ് വരുന്നത്. എന്തായാലും ഒരു വർഷത്തേക്ക് തികയില്ല, എന്നാലും എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത്, നിങ്ങൾ പ്ലാനർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് എൻ്റെ അടുത്ത് കുറെ നാളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് എനിക്ക് സ്കെച്ച് പെൻസ് വേണമായിരുന്നു. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അത് ഞാൻ ഈ ഒരു ഇയറിൽ മൊത്തം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഈ ഒരു ഇയറിൽ ഉപയോഗിച്ചത് കാരണം തന്നെ അതിന്റെ എല്ലാ കളറും പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്കെച്ച് പെൻസിന്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാ ഡോംസ് ആണ് എടുക്കാറ്. എനിക്ക് അതിനോട് കൂടുതൽ താല്പര്യമുണ്ട്, പക്ഷെ ഇതും ഓക്കെ ആണ്. അടുത്ത സംഭവമാണ് ഒരു പോക്കറ്റ് നോട്ട്ബുക്ക്. പോക്കറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പോക്കറ്റിന്റെ വലിപ്പത്തിൽ നമുക്ക് പോക്കറ്റിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു നോട്ട്ബുക്ക്. ഇത് ഞാനാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു പേഴ്സണൽ ആയിട്ട് ഒരു നോട്ട്ബുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. ഞാൻ ഇതിന് മുന്നത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പേഴ്സണൽ നോട്ട്ബുക്ക് നമ്മളുടെ കൂടെ കീപ്പ് ചെയ്യുന്നത് നമുക്ക് നല്ല യൂസ്ഫുൾ ആവും. ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ബുക്ക് ഉണ്ട്, പക്ഷെ അതൊരു ഡയറി വലിപ്പത്തിലുള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അടുത്ത എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയുന്നത്. എവിടെയൊക്കെ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാല് അവിടെയൊക്കെ ഞാനും ഉണ്ടാവും. എന്നുവെച്ചാല് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട് ഈ ഒരു സ്റ്റിക്കി നോട്ട്സ്. ഇതാണെങ്കിൽ മൾട്ടി കളറാണ്. ഇത് നിയോൺ കളേഴ്സ് ആണ് കേട്ടോ, പേസ്റ്റൽ അല്ല. ഈ ഒരു വീഡിയോയിൽ പേസ്റ്റൽ ആയിട്ടാണ് തോന്നുന്നത്. ഒരു മറിമായം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കി നോട്ട്സ് എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് മൾട്ടി കളർ അല്ല, പക്ഷെ അതിന്റെ ഒരൊറ്റ കളറിൽ തന്നെ കുറെ പേജസ് ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാകാത്തതല്ല, അതെങ്ങോട്ട് മാഞ്ഞു പോയി എന്നാണ്. അത് ഇവിടെ ഒന്നും കാണുന്നു. അതാണെങ്കിൽ തപ്പാത്ത സ്ഥലങ്ങളും ഇല്ല. അതിന്റെ ഒരു സങ്കടം കൊണ്ടാണ് ഈ ഒരു സംഭവം വാങ്ങിച്ചത്. ഇത് 100 പേജസിന്റെ ആണ് കേട്ടോ. അടുത്തത് സ്കെയിലാണ്. ഏതൊക്കെ സ്കെയിൽ ഉണ്ടെങ്കിലും എനിക്ക് ഈ നടരാജന്റെ സ്കെയിൽ എന്തുകൊണ്ടാണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ ഒരു വർഷത്തേക്ക് 2 സ്കെയിലൊന്നും വാങ്ങിക്കാറില്ല, ഒരു സ്കെയിലേ വാങ്ങിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ എനിക്ക് ഈ നടരാജന്റെ സ്കെയിൽ കാണാറില്ല. എന്ന് വെച്ചാൽ സ്കെയിൽ ഒടിയൊക്കെ ചെയ്യുമല്ലോ, അപ്പൊ ഞാൻ പിന്നെ തപ്പുമ്പോൾ ക്യാംലിന്റെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് കിട്ടാറ്. അടുത്തത് ഞാൻ വാങ്ങിച്ചതിൽ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു ഷാർപ്നർ എന്ന് പറയുന്നത്. ഇത് നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഷാർപ്നർ ആണ്. ഇതിനകത്താണെങ്കിൽ ഒരു ബ്രൗൺ കളർ ലബൂബോയുടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ലബൂബോനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും ഈ ഒരു സാധനം കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ മൂടിയാണെങ്കിൽ ഇതേപോലെ സിമ്പിൾ ആയിട്ട് തുറക്കാനും അടക്കാനും പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു വർഷത്തേക്ക് ഷാർപ്നർ ഇതാണ് വാങ്ങിച്ചത്. അടുത്തത് ഒരു ഗ്ലൂ ആണ്. ഗ്ലൂ എന്ന് പറയുന്നത് ഫെവിക്കോൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫെവിക്കോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. വേഗം അങ്ങനെ കട്ട പിടിക്കുന്നില്ല. ഈ ഒരു ഫെവിക്കോളിനാണെങ്കിൽ 25 റുപ്പീസ് ആണ് കേട്ടോ. 10 റുപ്പീസിന്റെ ഞാൻ ഈ ഒരു അടുത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വർഷത്തേക്ക് ഈ ഒരു ഐറ്റവും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ പ്രാവശ്യവും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് മറന്നു പോകുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു പെർമനന്റ് മാർക്കർ. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് വെണ്ടക്കാക്ഷരത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു പെർമനന്റ് മാർക്കർ എന്നുള്ളത്. അതുകൊണ്ട് ഇത്തവണ അത് മറക്കാതെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം വാങ്ങിച്ചത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഈ ഇറേസേഴ്സ്. സാധാ ഒരു അപ്സരയുടെ തന്നെയാണ് വാങ്ങിക്കാറ്. പക്ഷേ ഈ ഒരു ഡോംസിന്റെ ഈ ഒരു സംഭവം ഇല്ലേ, ഈ ഒരു ഫുട്ബോൾ പോലെ ഇരിക്കുന്ന ഇറേസർ, അത് എന്താണെന്നറിയില്ല, അത് ഞാൻ എവിടെ കണ്ടാലും വാങ്ങിച്ചു പോകും. ആ ഒരു പ്രൈസിന് വർത്താണെന്നും തോന്നുന്നു. 5 രൂപ ഉള്ളൂ കേട്ടോ ആ ഒരു ഇറേസറിന്. അതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇറേസർ ആണ്. ഒരു വർഷം ഫുള്ള് നമുക്ക് ആ ഒരു ഇറേസർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്റെ സ്കൂളിൽ ഞാനൊക്കെ ഹിജാബ് കുത്തി പോകുന്ന ഒരാളാണ്. അപ്പോൾ അതിന് സേഫ്റ്റി പിന്നെ നല്ല യൂസ് ആണ്.
എപ്പോഴും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സേഫ്റ്റി പിൻ എവിടെയെങ്കിലൊക്കെ കാണാണ്ട് പോകും. എന്നിട്ട് അതിന്റെ തപ്പി ഇതിന്റെ സമയം അതുകൊണ്ട് ഒരു പാക്കറ്റ് അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ ഒരു പെർമനന്റ് മാർക്കറിന്റെ അനിയനായ CD മാർക്കറാണ് ഇത്. എന്നുവെച്ചാൽ സംഭവം വേണമെന്നില്ല, രണ്ടും ഏകദേശം ഒരേപോലെ പെർമനന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇനി ഇവരുടെ ടിപ്പ് തമ്മിൽ വ്യത്യാസമുണ്ട്. മാർക്കറിന്റെ ടിപ്പ് കട്ടിയുള്ളതാണ്, ഇതിന്റെ ടിപ്പ് പേന പോലെ ഇരിക്കുന്നതാണ്. ആ ഒരു സാധനം ഞാൻ നെയിം സ്ലിപ്പിൽ പേരൊക്കെ എഴുതാനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ അപ്സരയുടെ ഒരു സെറ്റ് പെൻസിൽസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. കാരണം വേറെ ഒന്നല്ല, അതെന്റെ അനിയത്തിയുടെ കസ്റ്റഡിയിലാണ്. അവളാണെങ്കിൽ ഇപ്പൊ ഉറങ്ങണയാണ്. അതുകൊണ്ട് അതെനിക്ക് എവിടെയെന്ന് ഇപ്പൊ അറിയൂല. എന്തായാലും അതും കൂടി. പിന്നെ ഈ ഒരു സ്കൂൾ ഷോപ്പിംഗിൽ വാങ്ങിക്കാത്ത ഈ ഒരു ഇയറിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കുന്ന കുറെ സാധനങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ ഇയറിൽ വാങ്ങിച്ച പൗച്ചാണ്. ഇതിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു ഇയറിലും ഇത് തന്നെ കൊണ്ടുപോകാനായിട്ടാണ് വിചാരിച്ചത്. ജിയോമെട്രി ബോക്സും അത് തന്നെയാണ് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഇയറിലെ തന്നെ നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്ന കാരണം ഇത് തന്നെ കൊണ്ടുപോകാനായിട്ടാണ് വിചാരിച്ചേക്കുന്നത്. പിന്നെ ബാഗും അത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഇയറിലെ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. ബാഗിന്റെ സിബിന് വലിയ തരക്കേട് ഉണ്ടായില്ല. അത് കാരണം ഈ ഒരു ഐറ്റംസ് തന്നെ കൊണ്ടുപോകാനായിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാട്ടർ ബോട്ടിൽ കഴുകിയിട്ട് സെറ്റാക്കി അവിടെ വെച്ചേക്കാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 ലിറ്റേഴ്സിന്റെ ഒരു വലിയ വാട്ടർ ബോട്ടിൽ ഉണ്ട്. അത് കഴിഞ്ഞ ഇയറിൽ ഒരു മിഡ് ടേം ആയപ്പോൾ വാങ്ങിച്ചതാണ്. അത് നല്ല കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് വാട്ടർ ബോട്ടിലും അതൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ബുക്കൊക്കെ കവർ ചെയ്യുന്ന ഈ ഒരു ബ്രൗൺ പേപ്പർ ആണെങ്കിൽ ഇത് കഴിഞ്ഞ ഇയറിലാണ്. കഴിഞ്ഞ ഇയറിൽ ഞാൻ മിഡ് ടേം ആയപ്പോൾ വാങ്ങിച്ചതാണ് ഇത്. ഇതിന്റെ ആണെങ്കിൽ ഏകദേശം പകുതിയോളം ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ വെറുതെ കാണിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ഇയറിലേക്ക് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു ഇയറിലേക്കുള്ളത് ബുക്സ് വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ വാങ്ങിക്കാന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ നോട്ട്ബുക്സ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. സ്കൂളിൽ നിന്ന് ലിസ്റ്റ് വരുമ്പോൾ വാങ്ങിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ അതിന്റെ ആ ഒരു ബില്ല് വാങ്ങിച്ചിട്ട് ആ ഒരു ബില്ല് ഒന്ന് ചെക്ക് ചെയ്യണേ. എന്ന് വെച്ചാൽ അതിന്റെ പ്രൈസും അതിന്റെ എണ്ണവും എല്ലാം നോക്കിയിട്ട് ഒന്ന് ബില്ല് ചെക്ക് ചെയ്താൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അടുത്തത് നമുക്കൊരു പ്ലാനറിന്റെ വീഡിയോ ഇടുന്നതിനെ കുറിച്ചാണ് ചിന്ത. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.